അവസാനം ഒരു ആനയുടെ അടുത്തെത്തി. ആനയോട് ചോദിക്കുകയാണ്, ആനെ, ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ രാജാവ്? അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ രാജാവ്? ആരാണ് ഇവിടുത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ ആനയാണെങ്കിൽ അന്ന് തീറ്റയൊന്നും കിട്ടാതെ ആകെ ഭ്രാന്തി പിടിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. താനിപ്പോ രാജാവിന്റെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആരാന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് ആ തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ടും കൊടുത്ത് കാലിനൊരു ചവിട്ടും കൊടുത്തു. പീന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അയ്യപ്പ വൈദ്യന്റെ കഥ ഇതിലൂടെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. കാരണം നമ്മളൊരു ലീഡർ ആണെന്നിരിക്കെ തല്ലുകൊള്ളാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ലീഡർ ആണെന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിലും ആരാണ് അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു ലീഡറാണ് എന്ന് എന്നെ നിങ്ങൾ അംഗീകരിക്കണം, ആ അറ്റിത്ത മനോഭാവത്തോടുകൂടി നടക്കുന്ന ഒരു രീതി, അത് നമ്മൾ എടുത്തു കളയേണ്ടതുണ്ട്. കാരണം ഇഷ്ടിക വെച്ച് നടക്കേണ്ടവരല്ല നമ്മളൊന്നും. അല്ലെങ്കിൽ ഒരു രാജാവായി നിൽക്കുന്ന സിംഹം ഒരിക്കലും ആനയുടെ ചവിട്ട് കൊള്ളേണ്ടി വരില്ലായിരുന്നു. കാരണം ആന പോലും പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെല്ലാവരും ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ ആരോടായാലും മേടിച്ചിട്ടേ പോരൂ. മേടിച്ചിട്ട് പോരാ, വേറെ നിവൃത്തിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ലീഡറാണ്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ എത്തണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ വരുന്നവരിൽ ഒരുപാട് കുറവുകള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, പ്രതിബന്ധങ്ങള് ഇതെല്ലാം ഉള്ളവരുണ്ടാകും. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് അതിന് അവയർനെസ് ഉണ്ടാകില്ല, നമ്മുടെ മുന്നിലുള്ളവർക്ക്. കാരണം അവർ ആ വഴിയിലൂടെ സഞ്ചരിച്ചവരായിരിക്കില്ല. അപ്പൊ അവരെ കേൾക്കുക, അവരെ കേട്ടുകൊണ്ട് അവർക്ക് എന്താണോ അതിൽ അവയർനെസ് നമുക്ക് കൊടുക്കാനുള്ളത്, അവരിൽ വലിയ ആളായി നമ്മൾ നിന്നുകൊണ്ട് അവരെ ഭരിക്കാൻ നിൽക്കാതെ. കാരണം നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ള പല പല ആളുകളാണ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പൊ ഇവരെ നമ്മൾ വളരെ കൃത്യമായിട്ട് വേണം നമുക്ക് കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് അവരെ ഭരിക്കാൻ നിൽക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ലീഡറായി മാറുന്നത് എന്നുള്ളതാണ്